2024 ജൂലൈ 29 കേരളത്തെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനോടൊപ്പം അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ വാർത്തകളിൽ പ്രാധാന്യം നിറയാതെ കടന്നുപോയ ഒരു സ്ഥലമാണ് വിലങ്ങാട്. ഏറെക്കുറെ ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ഈ പ്രദേശത്ത് മരണം ഒന്നു മാത്രം. അതുകൊണ്ട് തന്നെ അധികം പ്രാമുഖ്യം ഈ സ്ഥലത്തിന് ലഭിച്ചില്ല. എന്നാൽ ഏകദേശം കേരള കത്തോലിക്കാ സഭയും താമരശ്ശേരി രൂപതയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് 70ാമത്തെ വീട് ഇവിടെ വെഞ്ചരിക്കുകയാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായ കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഇത് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ സമാപന സമ്മേളനവും ഇന്ന് മഞ്ഞക്കുന്ന് ദേവാലയത്തിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളോടൊപ്പം അഭിമന്യ പിതാക്കന്മാരും താമരശ്ശേരി രൂപതയുടെ നേതൃത്വവും സിയോടിയും എല്ലാം ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പുതിയ വീടുകൾ ഇനിയും വിലങ്ങാടിന് ആവശ്യമുണ്ട്. സർക്കാരിനോട് ചേർന്ന് കൈകോർത്ത് കത്തോലിക്കാ സഭയും ചേർന്ന് നിൽക്കുമ്പോൾ ഈ നാടിന് ഐശ്വര്യമാകുന്നതോടൊപ്പം അത് കേരളത്തിന് മുഴുവനും ഇതുപോലെ ഐശ്വര്യങ്ങൾക്ക് കാരണമാകട്ടെ. നമുക്ക് ഈ 70ാമത്തെ വീട് വെഞ്ചരിപ്പിലേക്കും പ്രവേശിക്കാം. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരദീസ ഒരു വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവനായ ദൈവമേ, അങ്ങയുടെ വൈദ്യുതമായ പരിപാലനങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവും എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവിരിച്ച പുൽത്തകടികളിൽ അവിടെ തന്നെ മേയിക്കും. പ്രശാന്തമായ ലാശത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ത് പാനം ചെയ്യുമെന്ന്, ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന്, ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴവെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ വൈദ്യുതമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങേ കുടുംബാംഗങ്ങളുടെ മധ്യേ നിന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുകൊണ്ട് ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരും ആകട്ടെ. ആമേൻ. സ്വർഗപിതാവാം സകലേശ
ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ കൃപനാം മിശിഹാ കർത്താവേ ദിവ്യപിതാവിൻ പ്രിയസൂനോ മർത്യകുലത്തിൻ രക്ഷകനേ ദിവ്യാനുഗ്രഹമേകണമേ നരനുടെ നിലവിളി കേട്ടവനെ നരനെ തേടി അണഞ്ഞവനെ കനിവു നിറഞ്ഞൊരു നല്ലിടയാ ദിവ്യാനുഗ്രഹമേകണമേ മർത്യശരീരമെടുത്തവനെ മർദ്ദനമേറ്റുമരുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേ